ഇന്ന് നമുക്ക് OET സ്പീക്കിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, OET സ്പീക്കിംഗ് എന്നുള്ള ടോപ്പിക് ഞാൻ പറഞ്ഞായിരുന്നു. 20 മിനിറ്റ് നീണ്ടിട്ടുള്ള ഒരു മോഡ്യൂളാണ്. അതിനകത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടാവും. നമ്മുടെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന എക്സാമിനറും നമ്മളും തമ്മിൽ ഒരു ഇച്ചിരി എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു അതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടാവും. മെയിനായിട്ട് 1-2 ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. ഇൻട്രൊഡ്യൂസ് അബൌട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ വേർ യു ആർ കമ്മിങ് ഫ്രം, അല്ലെങ്കിൽ വൈ ഡിഡ് യു choose OET and why did you choose a nurse as your profession. ഇങ്ങനെ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അതിനുള്ള ടൈമേ ഉള്ളൂ. അതിന് സ്കോർ ചെയ്യില്ല, കാരണം മാർക്ക് ഇല്ലാത്തൊരു പാട്ടാണത്. അതിനുശേഷം നമുക്ക് വരുന്ന 2 ടാസ്ക്കാണ്. 2 ടാസ്ക് ഉണ്ടാവും. 2 ടാസ്കിനകത്ത് അവർ നമ്മുടെ സെറ്റിംഗ് ഫസ്റ്റ് തന്നെ എന്ത് സെറ്റിംഗ് ആണെന്ന് എഴുതി കാണും. അതിനുശേഷം നമുക്കുള്ള നേഴ്സസിൻ്റെ റോൾ എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള ബുള്ളറ്റിൻ പോയിൻറ്റ്സ് താഴെ എഴുതി കാണും. സോ അതിൻ്റെ 2 ഭാഗമുണ്ട്. പേഷ്യൻ്റ് സൈഡ് എന്നുള്ളത് നമ്മുടെ ഇൻ്റർലൊക്കേറ്ററിൻ്റെ കയ്യിലും, നമ്മുടെ നേഴ്സസിൻ്റെ പാട്ട് മാത്രം അത് നമ്മുടെ കയ്യിലും അവർ തരും. 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ 5 മിനിറ്റ് വേണം ഇത് സംസാരിക്കാനായിട്ട് അതിനെക്കുറിച്ച്. അത് തീർന്നതിന് ശേഷം അവർ അടുത്ത ടോപ്പിക്ക് തരും. സെയിം ഇതേപോലെ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും. ആ ടൈമിൽ അവർ പെൻസിൽ തരും. നമുക്ക് എന്ത് വേണമെങ്കിലും നോട്ട് ചെയ്യാം, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം 5 മിനിറ്റ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. ആ ടോപ്പിക്കിൽ പറയുന്ന അവർ തന്നിരിക്കുന്ന ഹിൻറ്റുകൾ നമുക്ക് സംസാരിക്കാൻ ഉപയോഗിക്കാവുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. അവർ തന്നിരിക്കുന്ന എല്ലാ പോയിൻറ്റും കവർ ചെയ്യണമെന്നല്ല മീനിങ്. അവർ നമുക്കൊരു ക്ലിയർ വേ തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് 5 മിനിറ്റ് സംസാരിക്കാം എന്നുള്ളത്. It doesn't mean that we should have to complete all the points, but the main thing we have to speak with the interlocutor at least 5 minutes. അതാണ് എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫഷൻസി നോക്കുന്നതിനായിട്ടാണ്, നമ്മുടെ പ്രൊഫഷണൽ സ്കിൽ നോക്കുന്നതിനായിട്ടുള്ള ഒരു മോഡ്യൂളല്ല ഇത്. സോ നമുക്കറിയാം നമുക്ക് എന്ത് സംസാരിക്കാം. പ്രൊഫഷണലായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചല്ല നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത്, ബട്ട് നമുക്കത് സംസാരിച്ചേ പറ്റുള്ളൂ. നമുക്ക് സംസാരിക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അവരവിടെ നോക്കുന്നത്. പ്രൊഫഷണലായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ തെറ്റാണെങ്കിലും അവർ തന്നിട്ടുള്ള ഹിൻസ് എല്ലാം നമുക്കിപ്പോൾ ഒരുപാട് 5 ബുള്ളറ്റിൻ പോയിൻ്റ് ഉണ്ടാവും. അതിൻ്റെ ബ്രാക്കറ്റിലും കുറച്ച് പോയിൻറ്റ്സുകളുണ്ടാവും. ആ പോയിൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. മെയിനായിട്ടും ആ പോയിൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതില്ല, നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് ടോപ്പിക്സ് അവർ തന്നിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ സ്പീക്കിങ്ങിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു 2 മിനിറ്റ് അവർ നമ്മൾ തമ്മിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും, ക്വസ്റ്റ്യൻസ് ഒക്കെ ആവും ചോദിക്കുന്നത്. സോ അതിനെക്കുറിച്ച് ലേറ്ററായിട്ട് പറയാം. ഇപ്പം നമുക്ക് അവർ എങ്ങനെയാണ് ആദ്യം അതിന് മാർക്ക് ചെയ്യുന്നത്, ഏത് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് അതിന് മാർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. OET അസസ് ചെയ്യുന്നത്. സോ ഒരിക്കലും നമ്മുടെ ഇൻ്റർലൊക്കേറ്റർ അല്ല മാർക്ക് ചെയ്യുന്നത്. ഇവർ നമ്മൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം അയച്ചതിന് ശേഷം അവിടെ അവർ 2 അതിൽ കൂടുതൽ ആൾക്കാരോ കേട്ടതിന് ശേഷമാണ് ഇത് അസസ് ചെയ്യുന്നത്. സെയിം ഇത് 500-ലാണ് മാർക്ക്. എബോവ് 350 കിട്ടിയാലാണ് നമുക്ക് B ഗ്രേഡ് ആണെന്ന് പറയുന്നത്. സോ ഇതിന് ക്രൈറ്റീരിയ 2 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയും, ഒന്ന് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേറ്റീവ് ക്രൈറ്റീരിയ എന്ന് പറയും. ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ പറയുന്നത് 3 ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് അവർ നോക്കുന്നത്. ഇൻ്റലിജിബിൾ ഓർ നോട്ട്, ആൻഡ് ഫ്ലുവൻസി, ആൻഡ് അപ്രോപ്രിയേറ്റ്നസ്. ഇത് 3 ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയുടെ അണ്ടറിൽ വരുന്നത്. ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ ഇടാം. ഇത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്രൈറ്റീരിയ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേറ്റീവ് ക്രൈറ്റീരിയയാണ്. അതിൽ 4 കാര്യങ്ങളാണ് അണ്ടറിൽ വരുന്നത്. ഒന്ന് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എങ്ങനെയാണ്, നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ പേഷ്യൻസ്, third one structuring information, and fourth one gathering info about the patient and client. In the heading തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എനിവേ ഒരു ബ്രീഫായിട്ട് അതിൻ്റെ ഹെഡിങ്ങിലൂടെ നമുക്ക് പോവാം. OET സ്പീക്കിംഗ് സബ് ടെസ്റ്റ് ക്രൈറ്റീരിയാസ്. സോ when it comes to speaking subtest, there are 2 essential parts of the assessment. The assessors will focus on the clinical communicative strategy and the linguistic strategy, as I said you before. So let us discuss these aspects of the OET speaking subtest assessment. First one is linguistic criteria. So strong hold over English language is very important for this. This is the first thing that the assessors will focus on, following the linguistic criteria in the OET speaking subtest. So make use of the correct grammar. Do not make mistakes when you speak. ഓക്കെ, നമ്മൾ ഗ്രാമറിൽ കുറച്ചുകൂടെ സ്പീക്കിങ്ങിൽ എന്താ പറയുക ഇച്ചിരി തറവായിരിക്കണം.
അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ മീനിങ് മാറും. അതുകൊണ്ട് സോ ഫസ്റ്റ് വൺ ഈസ് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ദാറ്റ് ഐ ടോൾഡ് യു, ഹൗ ടു യൂസ് അപ്രോപ്രിയേറ്റ് ഗ്രാമർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അതിനകത്ത് വരുന്നതാണ് ഇൻ്റലിജിബിൾ ഓർ നോട്ട്, ആസ് ഐ സെഡ് യു ബിഫോർ. സോ എവറിത്തിങ് വിൽ ബി കൗണ്ടഡ് ഓൺ ദ വേ ദാറ്റ് യു പ്രൊനൗൺസ് ആൻഡ് യുവർ ഇൻറ്റൊനേഷൻ ആൻഡ് വിച്ച് ആക്സെൻറ്റ് യു ആർ യൂസിങ് ആൻഡ് ഹൗ ക്ലിയർലി യു ആർ യൂസിങ്, how well the listener can understand from what you are saying. So it should be proper. While you are conveying a message, it should be clear and proper. Is some of the persons will speak as they are reading. It's not a correct method. While you are speaking, your tone should be fluctuating. Then only we can understand you are speaking, no? So next one, they are telling fluency. So fluency defines speed. But there is a misconception in the OET test market, that is most test thinkers, they will think they have to speak in a speed, then only will get mark. Not like that. So but this is wrong. Speaking fast is not a fluency. Rather, you have to expect to speak more calmly and with words that are very clear for the listener. Okay, you have to speak too fast or too slow. Focus on speaking more calmly, but without long pauses. Some of the people have the mannerism while speaking. Some sounds they will make. So you can make a pause. On the pause, you can think what you have to speak next, but should not take a long pause. Or in between, you can or some other words you can use instead of the pause. Okay, that clearly says what you have to do while speaking in the fluency. And next one is appropriateness. So that did you make use of that appropriate words or not? Are you using right language that conveys given thought in a right manner? Does the listener can understand your language or your thought? It should be appropriate. While you are speaking, the content should be appropriate. The listener can understand correct message that what you are expressed. And next one is clinical communicative criteria. That apart from the linguistic criteria, in the OET speaking subtest, we also find the essential criteria such as clinical communicative criteria. So following are the major criteria respect to the clinical, as I told you before, is a relationship building. Okay, relationship building. How are you to your client? Are you passionate about your job? Are you speaking in the right tone? How do you behave? Does your client or a patient like that you speak, the way you provide the support? Do you demonstrate empathy? Do you listen to the client, patient, etc.? So in that, what they are telling, we have to build a relationship while speaking. We have to ask the patient what their problem. We have to show the empathy. We have to give the reassurance. For that, some common phrases or some of the communication and conversation points I have that I will give you. So you can make a note of it and you can use it while speaking to show the empathy. What are the points we have to tell to show the empathy? What are the sentences we can use to show the reassurance? So we have to make a good relationship building. Okay, and understand the patient. We have to ask the patient complaint and we have to understand what the patient complained. As we have a paper, clinical role play card, same like the interlocutor also have a card which clearly return the patient complaints. So they have to explain their complaint. Then only we can go for the implementation, no? So we have to ask the patient what is their problems. Are you good understanding your patient or client? Are you good in cooperating the patient's perspectives? Are you capable enough to involve the patient in the conversation? First, maybe they will refuse, but we have to convince them. Okay, we have to understand the patient's situation also. Then only we can provide care to the patient. So second one, what I told you, understanding the patient. Third one, structuring information. So are you good at giving the information in a right manner? Is the information is organized or not? Does it convey intended message clear way or not? So
we have to make a storyline. We have to go. So first, if the conversation is telling the patient have the complaints of pain or something like that, and first, without asking the pain score, without asking the pain where the pain, we cannot go for the implementation. Okay, so there is an order. We have to ask the pain score and where the pain is that they done anything first aid for the pain, then only we can give the method to recover from the pain. And immediately we cannot go for the implementation without asking all these. So we have to form a structure how we have to speak. Then gathering info about the patient or the client. So these are the same thing, but in the different topics they are scoring. Okay, you will have to be good at explaining things to the patients or the client may ask. Apart from this, we should also be good at questioning. We have to make so many questions, open-ended questions and closed-ended questions. I will explain you later how to ask the closed-ended questions and open-ended questions. So you should ask questions to learn more about the need of patients or client. Remember, your answer will not count how many mistakes you made in OET speaking or writing. You will have to be good at explaining things to the patient. Okay, and what else? Remember, your assessor will not count how many mistakes you are done writing or speaking subtests. Rather, they will assess the score based on the criteria they have. So in the listening and reading, we don't have any criteria. On the writing and speaking only, we have the criteria. Writing, as I told you, I already given one video regarding writing. On that I show the criteria, what they are following to give the marking. Same like speaking also, we have the criteria. I will already showed in the display, so you can read that one and you have to follow that one. സോ OET സ്പീക്കിങ്ങിലോട്ട് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് തരും. ഏതൊക്കെ സെറ്റിംഗ് ആവാം? മേ ബി ഇതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആവാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണെങ്കിൽ നമുക്കൊരു അൺനോൺ സിനാരിയോ ആണ്. നമുക്ക് വരുന്ന പേഷ്യൻറ്റിനെ അറിയത്തില്ലായിരിക്കാം, പുതിയൊരു പേഷ്യൻ്റ് ആയിരിക്കാം. ER ഡിപ്പാർട്ട്മെൻ്റ് ആണ് എങ്കിലും ഇതേപോലെ നമുക്ക് അറിയാത്തൊരു പേഷ്യൻ്റാണ്, അൺനോൺ സിനാരിയോ ആണ്. ഇനി ER ഡിപ്പാർട്ട്മെൻറ്റിൽ നോൺ കേസായിട്ട് ചിലപ്പോൾ വരാം. ഓക്കെ, ER ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല പല സെറ്റിങ്സിലോട്ട് വരാനായിട്ട് പറ്റും. പിന്നെ ഹോം വിസിറ്റ്സ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാർഡാവാം. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡിൽ അൺനോൺ കേസും വരും, നോൺ കേസും വരും. ഓക്കെ, ഒരു റെഡി ഫോർ ഡിസ്ചാർജ് കേസ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പേഷ്യൻ്റ് കൊടുക്കും എന്ന് ഓരോ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ അനുസരിച്ച് ഓരോ സെറ്റിംഗ് അനുസരിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ഒരു അൺനോൺ പേഷ്യൻ്റാണ്, അൺനോൺ സിനാരിയോ ആണെങ്കിൽ നമ്മളെങ്ങനെയാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? സോ ഫസ്റ്റ് ഏതാണ് ടൈം എന്ന് നോക്കുക. സോ ഗുഡ് മോർണിംഗ്, ഐ ആം ഡാഷ്. ആരാണ് നമ്മുടെ പേര് പറയുക. വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സ് ഇസ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി സെൻറ്റർ. സോ വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സസ് അത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സോ ഒരുപാട് നേഴ്സുമാരിൽ ഒരാൾ എന്നാണ് ഉത്തരം, എന്നാണ് അതിൻ്റെ മെയിൻ ചെയ്യുന്നത്. വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സ് അല്ല, നേഴ്സസ് വർക്കിംഗ് ഇൻ ദ കമ്മ്യൂണിറ്റി സെൻറ്റർ. കുഡ് യു പ്ലീസ് കൺഫേം യുവർ നെയിം ആൻഡ് ഏജ് ഫോർ ദ ഡോക്യുമെൻറ്റ് പർപ്പസ്? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ മേ ഐ അഡ്രസ് യു? അതിനുശേഷം ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ? അല്ലെങ്കിൽ വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ? ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം അതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ആരാണെന്ന് പറഞ്ഞു, നിങ്ങളുടെ പേരും ഏജും പറയാവോ, നിങ്ങൾ എന്തിനാണ് വന്നത്, ഇങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു ആണ്, ERലാണ്. ഇതേപോലെ തന്നെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് ER. സോ അൺനോൺ സിനാരിയോ ആണ്, നമുക്കറിയാത്തൊരു പേഷ്യൻ്റാണ് വന്നെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? സോ ഗുഡ് മോർണിംഗ്, ഐ ആം ഡാഷ്. വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സ് ഇസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ വർക്കിംഗ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ഹൗ മേ ഐ അഡ്രസ് യു? ഹൗ മേ ഐ ഹെൽപ്പ് യു ടുഡേ? സോ അല്ലെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു ലിഫ്റ്റ് യുവർ ഹാൻഡ്. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ്? ഓക്കെ, ഇങ്ങനെ നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ? കുഡ് യു, അല്ലെങ്കിൽ അതിനകത്ത് എഴുതി കാണും പേഷ്യൻ്റ് ഇന്ന കംപ്ലയിൻറ്റ് കൂടെ വന്നിരിക്കുന്നത്. ഈ RT ഒക്കെ ആണെങ്കിൽ നമുക്ക് അവർ പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ലേറ്റർ ആകാം. ഫസ്റ്റ് നമ്മൾ പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചോദിക്കൂ, അതിനുശേഷം നമുക്ക് ഇൻട്രൊഡക്ഷൻ പോവാം. ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു നോൺ സിനാരിയോ ഇൻ കേസ് ഓഫ് യു ഹാവ് ഓൾറെഡി എക്സാമൈൻ ദ പേഷ്യൻ്റ് വോണ്ട്. ഇങ്ങനെയുള്ള സിനാരിയോ ഒരുപാട് വരാറുണ്ട്. അവർ പറയും, നിങ്ങൾ പേഷ്യൻറ്റിനെ ഇപ്പോൾ വൂണ്ട് ഡ്രസ്സിങ് ഒക്കെ ആണെങ്കിൽ വൂണ്ട് ഡ്രസ്സിങ് കഴിഞ്ഞു, എക്സാമിൻ കഴിഞ്ഞു, നമ്മൾ ഡ്രസ്സിങ് കഴിഞ്ഞു, പേഷ്യൻ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് പോസ്റ്റ് കെയർ എന്തൊക്കെയാണെന്നുള്ളതെന്ന്. അവർ യു ഹാവ് ഡൺ എന്ന് എഴുതി കാണും. ഓക്കെ, അതിനാണ് നമ്മൾ ഗ്രാമർ അറിയണമെന്ന് പറയുന്നത്. സോ എന്താണ്, അപ്പോൾ നമ്മൾ
തിരിച്ച് ഓൾറെഡി അത് അറിയുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ തിരിച്ച് വന്നിട്ട് പേഷ്യൻ്റെ പേര് പിന്നീട് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പേഷ്യൻ്റെ പേര് നമുക്കറിയാം, നമ്മളെ പേഷ്യൻ്റെ ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റാണ്. സോ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? വെൽ, താങ്ക് യു മിസ്റ്റർ ഡാഷ്. താങ്ക് യു മിസ്റ്റർ ഡാഷ് ഫോർ അലോവിങ് മീ ടു എക്സാമിൻ യുവർ വോണ്ട്. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഡ്രസ്സിങ് ആണെങ്കിൽ താങ്ക് യു ഫോർ അലോ മീ ടു ഡ്രസ് യുവർ വോണ്ട്. സോ യു വുഡ് ഹാവ് ടു ഡു എന്തൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ അസസ്മെൻറ്റിനാണ് കഴിഞ്ഞ് വന്നതെങ്കിൽ അല്ലെങ്കിൽ എക്സാമിനേഷൻ കഴിഞ്ഞ് വരുവാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, മിസ്റ്റർ ഡാഷ്, സോ താങ്ക് യു മിസ്റ്റർ ഡാഷ് ഫോർ അലോവിങ് മീ ടു എക്സാമിൻ യുവർ വോണ്ട് അപ്പോൺ വോണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൺ അസസ്മെൻറ്റ് ഐ ക്യാൻ ടെൽ യു ദാറ്റ് യുവർ വോണ്ട് ഈസ് ഇൻഫെക്റ്റഡ് ഫോർ വേച്ച് ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അൺനോൺ സിനാരിയോ ആണ്. ഇൻ കേസ് പേഷ്യൻ്റ് ഈസ് സീരിയസ് ആൻഡ് യു ആർ ടോക്കിംഗ് to relative. Okay, not patient, we are talking to the relatives ആണെങ്കിൽ good morning, I am dash, one of the emergency department nurse. Could you please tell me what happened to your mother? അല്ലെങ്കിൽ could you please tell me what happened to your father? അങ്ങനെയുള്ള പോയിൻറ്റ്സ് നമുക്ക് ചോദിക്കാം. സോ അടുത്തത് എന്താ, ഇതിന് ശേഷം നമുക്ക് അവരുടെ റിലേറ്റീവിൻ്റെ പേര് ചോദിച്ചാൽ മതി. തുടക്കത്തിൽ തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഹോം വിസിറ്റ് ആണ്. ഹോം വിസിറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് പേഷ്യൻ്റെ വീട്ടിലോട്ടാണ്. നമ്മൾ എന്ത് ചോദിക്കണം? ഇതൊരു നൈസ് ടൈമാണോ സംസാരിക്കാൻ എന്ന് ചോദിക്കണം. സോ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഗുഡ് മോർണിംഗ്, ഐ ആം ഡാഷ്, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് ഫ്രം ദ കമ്മ്യൂണിറ്റി സെൻറ്റർ. ഇഫ് ഐ ആം നോട്ട് റോങ്, ഇറ്റ് ഈസ് മേരീസ് ഹൗസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആരാണോ പേര് ഹൗസ്, അല്ലെങ്കിൽ ആം ഐ ടോക്കിംഗ് ടു ദ റൈറ്റ് പേഴ്സൺ, ഈസ് ഇറ്റ് എ റൈറ്റ് ടൈം ടു ടോക്ക്? അങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവരവരുടെ പേര് പറഞ്ഞു. അപ്പോൾ സോ നമ്മൾ ചോദിച്ചു ഈ പേരെന്താണെന്ന് ചോദിച്ചു. ഇതിലെ ഐ ആം ടോക്കിംഗ് ടു എ റൈറ്റ് പേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്നാളാണ് പറയുമ്പോൾ നമുക്ക് പറയാം, ഓ യെസ് ഡാഷ്, ഐ ആം ഹാപ്പി ടു സീ യു, ഐ കെയിം ഹിയർ ഫോർ ദ ഫോളോ അപ്പ് വിസിറ്റ് ആസ് ഡയറക്റ്റഡ് ബൈ യുവർ GP ആൻഡ് ഫോർ യുവർ വോണ്ട് ഡ്രസ്സിങ്, ഈസ് ഇറ്റ് എ റൈറ്റ് ടൈം ടു ടോക്ക് വിത്ത് യു? അപ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി സെറ്റിങ്ങിൽ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ വാർഡാണെന്ന് എടുത്തോ സിനാരിയോ, ഒരു അൺനോൺ സിനാരിയോ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെയിം എന്ത് ചെയ്യണം? നമുക്കറിയത്തില്ല പേഷ്യൻറ്റിൻ്റെ പേര്. ഒരു ഹോസ്പിറ്റൽ വാർഡൊക്കെ ആണെങ്കിൽ പേഷ്യൻ്റെ പേര് നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ വേണം അവരോട് ചോദിക്കാൻ. സോ ഹൗ മേ അഡ്രസ് ഡ്യൂറിങ് ദ റോൾ പ്ലേ എന്ന് നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും, ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഇന്നാണ് പേരെന്ന് പറയും. അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പേഷ്യൻ്റെ പേര് നമുക്കവിടെ വെച്ചിട്ട് ഞാൻ ആരാണ്, ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സാണ്, സോ ഐ ആം അസൈൻ നേഴ്സ് ഫോർ യു ടുഡേ എന്ന് പറയാം. സോ ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? അങ്ങനെ നമുക്കൊരു വാർഡ് സെറ്റിംഗ് ഒക്കെ ആണെങ്കിൽ തുടങ്ങാം. സോ വാർഡിൽ പറയുന്ന പേഷ്യൻ്റാണ് എങ്കിൽ എങ്ങനെയാണ്? ഇതേപോലെ തന്നെ പേര് നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. പ്രിപ്പറേഷൻ ടൈമിൽ നമുക്കറിയാം. തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ചോദിക്കാം പ്രിപ്പറേഷൻ ടൈമിൽ, കേട്ടോ. സോ ഹലോ മിസ്റ്റർ ഡാഷ്, ഐ ആം ഹിയർ ടു ഗീവ് യു ഇന്ന മെഡിസിൻ ആണെങ്കിൽ അത്. ഓക്കെ, യു ലുക്ക് സോ ആങ്ഷ്യസ്, വാട്ട് ഈസ് ബോദറിങ് യു ആൻഡ് ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു എന്ന് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് ഒരു ഹോസ്പിറ്റൽ വാർഡാണ്. പേഷ്യൻ്റ് ഡിസ്ചാർജിന് നിൽക്കുവാണ്. അപ്പോഴും നമുക്ക് പേരറിയാം. പേര് ചിലപ്പോൾ തന്നിട്ടില്ല എങ്കിൽ ഹലോ മിസ് ഡാഷ്, ഹൗ യു ഫീലിംഗ് നൗ? I came here with a good news for you that you are getting discharged today. Are you happy for that? അല്ലെങ്കിൽ are you happy with that? Do you have any concern before going home? സോ ഇങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട്, നമ്മളെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആ പാർട്ടിൽ എന്നുള്ളതിന് മെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. സോ ഇതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ സ്പീക്കിങ്ങിന് നമ്മൾ എംപതി എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതുപോലെ റീഅഷ്വറൻസ് കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെ നമ്മൾ എൻകറേജ് ചെയ്യുന്ന പേഷ്യൻറ്റിനെ പെർസ്യൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പെർസ്യൂഡ് മീൻസ് നമ്മളൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനൊക്കെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. സോ നമ്മൾ ഓരോ സെൻറ്റൻസ് സംസാരിച്ചതിന് ശേഷം എങ്ങനെയാണ് പോസ് ചെയ്യുന്നതെല്ലാം. സോ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ അതിടാം, കേട്ടല്ലോ. അപ്പോൾ ഇത്രയും ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലോങ് ആയി, അതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതിടുന്നത്. സോ ഇത് കേട്ടതിന് ശേഷം അടുത്ത വീഡിയോ കൂടെ കാണുക. ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ്, OET റിലേറ്റഡ് വീഡിയോസ് മാത്രമല്ല ബാക്കിയുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്യുന്നതാണ്. താങ്ക് യു.